കാലം കാത്തുവച്ച കാവ്യനീതി പോലെ കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം അതിന്റെ ആവർത്തനത്തിന് വേദിയാവുകയാണ്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM ഔദ്യോഗിക പക്ഷത്തിന്റെ എതിർപ്പുകളെ ജനവികാരം കൊണ്ട് അതിജീവിച്ച് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയ അതേ ചരിത്രസന്ധിയിലാണ് ഇന്ന് VD സതീശനും നിൽക്കുന്നത്. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും വഴിമാറിയത് ജനങ്ങൾ തെരുവിലിറക്കിയ ആവേശത്തിന് മുന്നിലാണ്. 2006-ൽ VSനായി മുറവിളി കൂട്ടിയ കേരളം 2026-ൽ സതീശനായി കസേരയൊരുക്കി മാറ്റത്തിന്റെ പുതുചരിത്രം എഴുതുന്നു. VS അച്യുതാനന്ദനും VD സതീശനും തമ്മിലുള്ള സമാനതകൾ കേവലം രാഷ്ട്രീയ പദവികളിൽ ഒതുങ്ങുന്നതല്ല. ഗ്രാമപഞ്ചായത്തിലോ നഗരസഭയിലോ അംഗമായിട്ട് പോലുമില്ലാത്ത സതീശൻ മുൻപ് മന്ത്രിസ്ഥാനം അലങ്കരിക്കാതെയാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് നേരിട്ട് എത്തിയത്. VSനും മുൻപ് ഭരണപരിചയമില്ലായിരുന്നു. രണ്ടുപേർക്കും കരുത്തായത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അസാമാന്യമായ പ്രവർത്തന മികവാണ്. VS അഴിമതിക്കെതിരെ പടവാൾ ഉയർത്തിയപ്പോൾ സതീശൻ ഡേറ്റ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ അക്കമിട്ടു നിരത്തി ജനമനസ്സുകളിൽ ഇടം പിടിച്ചു. 10 വർഷത്തെ തുടർച്ചയായ ഭരണത്തിലൂടെ കോൺഗ്രസിനെ തകർത്തെറിഞ്ഞ ഇടതുപക്ഷ കോട്ടകളെ തകർക്കുക എന്നതായിരുന്നു സതീശന് മുന്നിലുണ്ടായിരുന്ന ഹിമാലയൻ വെല്ലുവിളി. നിയമസഭയ്ക്കുള്ളിൽ തളരാത്ത നാവായി ഭരണപക്ഷത്തെ വിറപ്പിച്ചും പുറത്ത് അണികളിൽ സമരവീര്യം കുത്തിവെച്ചും അദ്ദേഹം UDFനെ അടിമുടി പരിഷ്കരിച്ചു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ മുനയൊടിച്ച് കോൺഗ്രസിനെ ഒരു കേഡർ പാർട്ടിയുടെ അച്ചടക്കത്തിലേക്ക് മാറ്റിയ സതീശന്റെ തന്ത്രങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ അച്ചട്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചുവരവോടെ മാറ്റത്തിന്റെ കാറ്റ് സതീശന് അനുകൂലമായി വീശുകയായിരുന്നു. UDF വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന സതീശന്റെ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ തെളിവായിരുന്നു. തന്റെ രാഷ്ട്രീയ കരിയർ പണയപ്പെടുത്തി നടത്തിയ ആ വലിയ ചൂതാട്ടം ലക്ഷ്യം കണ്ടു. കോൺഗ്രസിന് 63 സീറ്റും മുന്നണിക്ക് 100-ലധികം സീറ്റും ലഭിക്കുമെന്ന സതീശന്റെ പ്രവചനം ഫലം വന്നപ്പോൾ അക്ഷരം പ്രതി ശരിയായി. പ്രവചനങ്ങൾ ഫലിച്ച നായകന് മുഖ്യമന്ത്രി പദം നിഷേധിക്കാൻ ഹൈക്കമാൻഡിന് ആകുമായിരുന്നില്ല. വയനാട്ടിലെ താൽപര്യങ്ങൾ മുൻനിർത്തി മുസ്ലിം ലീഗും പ്രിയങ്ക ഗാന്ധിയും ഒരേപോലെ സതീശനായി നിലയുറപ്പിച്ചതോടെ എല്ലാ പ്രതിബന്ധങ്ങളും നീങ്ങി. VSനെ പോലെ തന്നെ ഘടകകക്ഷികളുടെ പൂർണ്ണ പിന്തുണ സതീശന്റെ കരുത്താണ്. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP എന്നീ കക്ഷികൾ ഒറ്റക്കെട്ടായി സതീശന്റെ പേര് നിർദ്ദേശിച്ചത് പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾക്ക് അന്ത്യം കുറിച്ചു. NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ എതിർപ്പുകളെ മറികടന്നാണ് VS അന്ന് പദവിയിലെത്തിയത്. സമാനമായി സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറം ജനകീയ പിന്തുണയിലൂടെ സതീശനും സിംഹാസനമുറപ്പിക്കുകയായിരുന്നു. G. കാർത്തികേയന്റെ രാഷ്ട്രീയ തണലിൽ വളർന്ന ഈ തിരുത്തൽവാദിക്ക് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമായിരുന്നു. VSന് മലമ്പുഴ എങ്ങനെയോ അതുപോലെയാണ് സതീശന് പറവൂർ. തോൽവിയിൽ നിന്ന് പഠിച്ച് 5 വട്ടം തുടർച്ചയായി മണ്ഡലത്തെ നെഞ്ചേറ്റിയ സതീശൻ മണ്ഡലവുമായുള്ള ആത്മബന്ധം ഭരണത്തിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രി എന്ന ഖ്യാതി കൂടി ഇതോടെ സതീശന് സ്വന്തമാകുന്നു.